നീ എന്താ ഇവിടെ? ഞാൻ ഹോസ്റ്റൽ വിട്ടു. വീട്ടിലേക്ക് പോകുന്നില്ല. ഇതിലൊരു തീരുമാനം ഉണ്ടാവുന്നവരെ ഞാൻ ഇവിടുന്ന് പോകുന്നില്ല. ഓ അത് ശരി. അയ്യോ, ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇത് ബാച്ചിലേഴ്സ് മാത്രം താമസിക്കുന്ന സ്ഥലമല്ലേ. ഞാൻ എന്ത് ചെയ്യും റോയ്? വീട്ടുകാരെന്നെ കല്യാണത്തിന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. അവരെന്നെ ഏതെങ്കിലും ഒരു കോന്തന് പിടിച്ച് കെട്ടിച്ചു കൊടുക്കും. നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞിപ്പോ കുറെ നാളായി. മടുത്തു. സാരമില്ല, ഞാനില്ലേ, എല്ലാത്തിനും ഞാനൊരു വഴി ഉണ്ടാക്കാം. നിമി, നീ വിചാരിക്കുന്ന പോലൊന്നുമില്ല. കൊള്ളാം, പക്ഷെ ഒരു മാസ് എഫക്റ്റ് ഇല്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും പോരാ. എന്തെങ്കിലും ഒരു എക്സ്ട്രാ പീസ് കൂടി ആഡ് ചെയ്താലേ ഒരു ഓളമുണ്ടാകും. സാറ് പറഞ്ഞാൽ മതി, നമുക്കതനുസരിച്ച് റിവർക്ക് ചെയ്യാം. ഞാനൊന്ന് വെറുതെ മൂള. എങ്ങനെ സാർ, ഇത് ഓൾറെഡി ഒരു ഹിന്ദി പടത്തിൽ വന്നതല്ലേ? പിന്നെ എത്ര കൊല്ലം മുമ്പാ? ഇവിടത്തെ ആളുകൾ ഇതൊക്കെ ഓർത്തിരിക്കാൻ പോവുകയാണോ? താൻ മിക്സ് ചെയ്യണോ, നമുക്ക് പൊളിക്കാം. ഞാൻ ആദ്യമായിട്ടൊരു പടം ചെയ്യുമ്പോൾ ഇങ്ങനത്തെ രീതി ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമില്ല സാർ. തനിക്ക് എന്തറിയാടോ? ഇവിടത്തെ ജനങ്ങളുടെ പൾസ് തന്നേക്കാൾ നന്നായിട്ട് എനിക്കറിയാം. ജനങ്ങളുടെ പൾസറിയാൻ വീട്ടിൽ നിന്ന് DVD കണ്ടാൽ മാത്രം പോരാ, വല്ലപ്പോഴും അവരോടൊപ്പം ഇരുന്ന് സിനിമയും കാണാം. ഇതുവരെ ഒന്നും ആവാത്ത നീ എന്നെ പഠിപ്പിക്കുന്നു. എടുത്തോണ്ട് പോടാ. വേണ്ടായിരുന്നു. ധൈര്യം ഉണ്ടെങ്കിൽ ഒന്നുകൂടി ചേടും. എന്റെ ഓഫീസിൽ കയറി വന്നിട്ട് എനിക്ക് ധൈര്യം ഉണ്ടോന്നോ? ഗെറ്റ് ഔട്ട്. ഇനി ഇതൊക്കെ പെരക്കെടുത്തിട്ടേ പോകാൻ പറ്റൂ. വേണമെങ്കിൽ താൻ ഗെറ്റ് ഔട്ട്. താങ്ക് യു. നിമ്മി, നീ എന്താ ഇവിടെ? വാ കേറ്, പറയാം. ഒരു കാര്യമുണ്ട്. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല, ഇന്ന് അവന്റെ കാര്യം പോക്കാ. നീ എനിക്ക് ഒരു കാലത്തും സമാധാനം തരില്ലല്ലേ? തെളിച്ച് പറയടേ. അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? എല്ലാ സാധനങ്ങളുമായി ഒരാൾ ഷിഫ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നോക്ക്. ഷിഫ്റ്റ് ചെയ്തു? ആര്? എല്ലാത്തിനും ഞാനില്ലെന്ന് അല്ലേ? ഫുൾ ലഗേജ് ആയിട്ടാണല്ലോ. ഹർഷ, നീ എന്റെ വീട്ടിൽ വന്നൊന്ന് സംസാരിക്ക്. ഞാനിനി അങ്ങോട്ട് പോയാ ആകെ പ്രശ്നമാവും. നിന്നോട് എല്ലാം പറഞ്ഞതല്ലേ. ഐ നീഡ് സം മോർ ടൈം. ടേക്ക് യുവർ ടൈം. പക്ഷെ എന്റെ അച്ഛനോടൊന്ന് സംസാരിക്ക്. ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞാ അങ്ങേരെ സമ്മതിക്കൂ? സമ്മതിപ്പിക്കാം. അവര് വരൂ. സർ, ഓർഡർ പ്ലീസ്. വരാതിരിക്കില്ല. എന്റെ പൊന്ന് ചേട്ടാ, കുറച്ച് ആളുകളും കൂടി വരാൻ കാത്തിരിക്കാൻ ഞങ്ങൾ. അവര് വന്നാൽ ഉടനെ ഞാൻ ചേട്ടന് ഓർഡർ തരാം. ശരി സർ. പേഴ്സ് നീ വെച്ചോ, കാശ് നീ കൊടുത്താൽ മതി. എന്താ, നീ കൊടുത്താ പോരെ? നിനക്ക് ജോലിയോ ഇല്ല, കയ്യിൽ കാശുണ്ടെന്നെങ്കിലും വിചാരിച്ചോട്ടെ. മര്യാദക്ക് MBBS പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നം വല്ലതും ഉണ്ടായിരുന്നോ? പേരിന് മുമ്പിൽ ഒരു ഡോക്ടർ എങ്കിലും വയ്ക്കായിരുന്നു. എന്നാൽ എൻ്റെ പാഷൻ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റൂ. അതെന്താ? പേരിന് മുമ്പിൽ ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ നിന്റെ പിയാനോ ഒന്ന് സൗണ്ട് വരില്ലേ? വരില്ല. അവർ വന്നു. അച്ഛാ, ഇത് ഹർഷ, ഇത് റോയ്. ഹലോ.
അരമണിക്കൂർ. അങ്കിളൊന്നും പറഞ്ഞില്ല. രണ്ട് മിനിറ്റ്. ഞങ്ങൾക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം. ഇതൊരു ചെറിയ കാര്യമല്ലല്ലോ. ആലോചിച്ചും പറഞ്ഞും തീരുമാനിക്കേണ്ട കാര്യമാണ്. ഹർഷയ്ക്ക് ടൈം വേണമെന്നല്ലേ പറഞ്ഞത്? ആലോചിക്കട്ടെ, തീരുമാനിക്കാം. ആ വാ. പണി പാളി. മിണ്ടാതിരിയടാ. നീ എന്തീ കാണിക്കുന്നത്? അതും പോയി. വെയിറ്റർ, ഇവിടെ എല്ലാവർക്കും ജ്യൂസ് കൊടുക്കും. എന്ത് ജ്യൂസാണ് വേണ്ടത് സാർ? ആപ്പിൾ, പൈനാപ്പിൾ, ഓറഞ്ച്, ഗ്രേപ്പ്, മുസംബി, ക്യാരറ്റ്, ബനാന, വാട്ടർമെലൻ, ചിക്കു ഷേക്ക്, ചോക്ലേറ്റ് ഷേക്ക്, പിസ്ത ഷേക്ക്. പിസ്ത മതി. എടാ പിസ്തയല്ലേ? പിസ്ത മതി. ഹർഷ, എന്താ ഇത്? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഫ്രണ്ട്സ് ആയിട്ട് ഇരുന്നാ പോരെ? എന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് പോണേ? താൻ ആരാ? ഞാൻ മായയുടെ ചിറ്റപ്പൻ സോമശേഖരൻ. ഞാൻ എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞു. ഇദ്ദേഹത്തോട് സംസാരിക്കാൻ ഞാൻ വന്നത്, അല്ലാതെ അമ്മാവന്മാരോടും ചിറ്റപ്പന്മാരോടും സംസാരിക്കാനല്ല. സർ, നിങ്ങൾ കാണിച്ചത് വളരെ ചീപ്പായി പോയി. ഞാൻ നിങ്ങൾക്ക് മാക്സിമം റെസ്പെക്ട് തന്നിട്ടാണ് പെരുമാറിയത്. പക്ഷെ നിങ്ങൾ ആ റെസ്പെക്ട് എനിക്ക് തന്നില്ല. ഹർഷ, ഞാൻ നിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്തതാ. ഇപ്പോഴത്തെ കാലമല്ലേ, ചിലരൊരു ആവേശത്തിന് പെണ്ണ് കെട്ടി കുറച്ച് കഴിഞ്ഞ് ഇട്ടേച്ചു പോകും. എന്റെ മകളെ കെട്ടാൻ പോകുന്നയാള് അവളുടെ കാര്യത്തിൽ എത്രമാത്രം കെയറിംഗ് ആണെന്ന് അറിയാനുള്ള ഒരു സൂത്രമല്ലേ? ഞാനിത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. എനിക്ക് വിശ്വാസമായി. ഹർഷ ആവശ്യത്തിന് സമയമെടുത്തോളൂ. ഇപ്പോ ഞാൻ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ? ഐ ഹോപ്പ് യു ഡോണ്ട് മൈൻഡ്. അതിനെന്താ, ഞാൻ ഇപ്പൊ തന്നെ മായ കെട്ടുന്നില്ലല്ലോ. രവി